അല്ലാതെ ഒരു കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ 1975 മുമ്പ് 67 CPM-ന് കൂട്ടുകെട്ടുണ്ടായിരുന്നു ജനസംഘമായിട്ട്. അതിൻ്റെ തെളിവുകൾ എല്ലാവർക്കും ഉണ്ട്. സംയുക്ത വിധായകദൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ജനസംഘവുമായി CPM-ന് കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഇനി 1975 ഈ കൂട്ടുകെട്ടിൻ്റെ സമയത്താണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീ സുന്ദരയ്യ രാജിവെച്ചത്. സുന്ദരയ്യയുടെ രാജിക്കത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പുറത്തു വന്നത്. പാർട്ടി പൂഴ്ത്തിവെക്കുകയായിരുന്നു. എന്തായിരുന്നു സുന്ദരയ്യയുടെ രാജിക്കത്ത്? ഞാൻ രാജിവെക്കാൻ കാരണം സാമ്രാജ്യത്വ മനോഭാവമുള്ള പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ RSSുമായി എൻ്റെ പാർട്ടി കൂട്ടുകൂടുന്നു. അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിനും ഇടതുപക്ഷ പാർട്ടികളുടെ അവസാനത്തിനും അത് കാരണമാകും. അതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജിവെച്ചതാണ്. സുന്ദരയ്യയുടെ രാജിക്കത്തിൽ ഈ മെൻഷനുണ്ട്. ഇനി അന്നും മാത്രം കൂടിയിട്ടില്ല. അതിനു മുമ്പ് കൂടിയതും മറന്നുപോയി, അതിന് ശേഷം കൂടിയതും മറന്നുപോയി. എന്നാണ് ഇപ്പോഴത്തെ BJP ഉണ്ടായത്? 1980 ഏപ്രിൽ 6-ാം തീയതി അല്ലേ? ഇത് എൻ്റെ കയ്യിലുള്ളത് ജൂലൈ 1989 ഒരു ഫോട്ടോയാണ്. ആരൊക്കെയാണെന്നറിയാമോ നിൽക്കുന്നത്? വാജ്പേയി, രാമറാവു, LK അദ്വാനി, VP സിംഗ് തുടങ്ങിയ നേതാക്കൾ. ഇരിക്കുന്നവർ ജ്യോതി ബാസുവും EMS നമ്പൂതിരിപ്പാടും ഒരുമിച്ചായിരുന്നു 89. 89 ജനതാ പാർട്ടി അല്ല. 89 ജനതാ പാർട്ടിയല്ല, രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ, മറ്റേത് അടിയന്തരാവസ്ഥയെ തോപ്പിക്കാൻ. 89 അദ്വാനിയും അതുപോലെ വാജ്പേയിയും ജ്യോതി ബാസുവും EMS നമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത്. ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം. എന്നിട്ടെന്താ, TN ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടിപിടിക്കുന്ന ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്നായിരുന്നു CPM-ന്റെ ഭാഷ്യം. അപ്പോൾ കേരളത്തിലൊക്കെ C&AG റിപ്പോർട്ട് കീറിക്കളയാണ് CPM. അതല്ല. അപ്പോൾ 89 ഇവർ ഒരുമിച്ച് കൂടി. അന്ന് മൊഹിസൻ ബ്ലിറ്റ്സ് വാരിയയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ ഒരു പ്രവചനാത്മകമായ രീതിയിൽ മൊഹിസന്റെ ഒരു വിലയിരുത്തലുണ്ട്. ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്ത്യം കുറിക്കും. നിങ്ങൾ ഈ സാമ്രാജ്യത്വ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും എന്ന് 89 മൊഹിസൻ ബ്ലിറ്റ്സ് വാരിയയ്ക്ക് എഴുതിയിട്ടുണ്ട്. പ്രവചനാത്മകമായിരുന്നു. പിന്നീട് തളർന്നു വീണിട്ട് 2 കാലിൽ എണീറ്റ് നിൽക്കാൻ ഇന്ത്യയിലെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പിന്നെ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ബംഗാളിൽ 33 വർഷം ഭരിച്ച ബംഗാളിൽ വരെ തകർന്നു തരിപ്പണമായി പോയി. ഇതാണ് സ്ഥിതി. 2015 CK ചന്ദ്രപ്പൻ മെയിൻ സ്ട്രീം വാരിയയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, CPM ഈസ് ഗോയിങ് ടു സിങ്ക്, CPI വിൽ ഓൾസോ സിങ്ക് അലോങ് വിത്ത് CPM. അതായത് CPM മുങ്ങാൻ പോവുകയാണ്, CPIയും അതോടുകൂടി മുങ്ങിപ്പോവും. ഇതിൻ്റെ എല്ലാം പരിണതഫലമാണ് ഇന്ത്യയിൽ ഇന്ന് CPM-ഉം CPI. അതായത് കോൺഗ്രസ് വിരോധം. ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്നുള്ള കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് 67-ലും 75-ലും 89-ലും ഇപ്പോഴും CPM BJP-യുമായും RSSുമായും കൂട്ടുകൂടുകയാണ്. വെറുതെ ഒരു പ്രസ്താവന ഇന്നലെ ഇങ്ങനെ ഇറക്കും. ഇത് നേരത്തെ ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും RSSന്റെ വോട്ട് ചോദിച്ചിട്ടില്ല, പക്ഷേ RSSന്റെ വോട്ട് ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പിണറായി വിജയന്റെ പല സമയത്തും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല, ചില സമയത്തെല്ലാം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി CPM ഓർക്കാൻ കാര്യം? നമ്മൾ വേർപിരിഞ്ഞെങ്കിലും, ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ഇത് RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നിരിക്കും. ഞങ്ങൾ പണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നിങ്ങളും നമ്മളും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ ഇത് പറയേണ്ട ആവശ്യമുണ്ട്? മനഃപൂർവ്വമായിട്ട് പറഞ്ഞാണ്. അവിടെ ഇവരെല്ലാം, ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ എല്ലാവരെയും
ഞങ്ങൾ പരാജയപ്പെടുത്തും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതാണല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ചോദിച്ചത്. ഇപ്പോഴും കേരളത്തിൽ CPM BJP ബാന്ധവുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറായില്ല. ആക്ഷേപം കേട്ടപ്പോഴാണ് പേരിനൊരാളെ പിടിച്ച് നിർത്തിയത്. എന്നിട്ട് ആ വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പച്ചയ്ക്ക് വർഗീയത എല്ലാ വീടുകളിലും പോയി CPM പറയുകയാണ്, പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് അവിടെ. എന്നിട്ട് ഇപ്പം ജമായത്ത് ഇസ്ലാമി, ഈ ഗോവിന്ദൻ തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയിൽ ജയിച്ചിട്ടുള്ള MLA അല്ലേ, നേരത്തെ ജയിച്ചിട്ടില്ലേ പല പ്രാവശ്യം. 3 പതിറ്റാണ്ടാണ് ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയത്. എന്നിട്ട് ഇന്ന് പറയുക, ദേശാഭിമാനി വായിച്ചിട്ടാണ് പറയണത്, എന്താണ് UDF അസോസിയേറ്റ് മെമ്പർ ആക്കിയത്. ഞാൻ അന്നേ മറുപടി പറഞ്ഞാണ്, ദേശാഭിമാനി അല്ല UDFിലെ ഘടകകക്ഷികളെ എടുക്കുന്ന സംവിധാനം. അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡ് കൂടിയിട്ടല്ല UDFിലെ ഘടകകക്ഷികളെ എടുക്കണം. ഒരു ദിവസം ദേശാഭിമാനിലൊരു വാർത്തയാണ്, വെൽഫെയർ പാർട്ടിയെ UDFിലെ അസോസിയേറ്റ് അംഗമാക്കും. അവരാണ് തീരുമാനിക്കുന്നത്. UDFിൽ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല, ഇപ്പോൾ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല.